നമസ്കാരം. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഓൺ സ്റ്റേജ് മത്സരങ്ങൾ അതിൻ്റെ 3-ാം നാളിൽ എത്തി നിൽക്കുകയാണ്. കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ കലോത്സവം അരങ്ങേറുന്നത്. കലോത്സവ നഗരിയിൽ പല വ്യത്യസ്തമായ കാഴ്ചകളും ഞങ്ങൾ കണ്ടു. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വേറിട്ട കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. നമ്മളുടെ കൊപ്പം രക്തദാന സേനയുമായി സഹകരിച്ച് രക്തദാന സന്നദ്ധരായവരുടെ ഓൺലൈൻ ഡയറക്ടറി നിർമ്മാണ യജ്ഞം, അതാണ്. അങ്ങനെ ഒരു വേറിട്ട പ്രവർത്തനമാണ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ കൊപ്പം VHSCയിലെ NSS വളണ്ടിയേഴ്സും അതുപോലെ തന്നെ രക്തദാന സേനയുമായി സഹകരിച്ചിട്ടാണ് ഇങ്ങനൊരു പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് NSS വളണ്ടിയേഴ്സിനോട് ചോദിക്കാൻ വരും. അലിവ എന്ന പേരിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്ന് പങ്കുവെക്കാമോ? മനസ്സ് തന്നാവട്ടെ. ഞങ്ങൾ കൊപ്പം സ്കൂളിലെ VHSC NSS വളണ്ടിയേഴ്സാണ്. ഞങ്ങളുടെ പട്ടാമ്പി ഉപജില്ലാ ഭാഗമായി 92ഓളം സ്കൂളുകൾ, അവിടുത്തെ അധ്യാപകർ, മത്സരാർത്ഥികൾ, വിദ്യാർത്ഥികൾ, അതുപോലെ രക്ഷിതാക്കൾ എല്ലാം മൊത്തം അടങ്ങുന്ന ഒരു വേദിയാണ് ഞങ്ങൾ കൊപ്പം സ്കൂള്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഒട്ടേറെ അവസരങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും NSSൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനൊരു ഭാഗമായി രക്തദാന സേവനയ്ക്കൊരു സഹായം എന്ന രീതിയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്തദാനിക്ക് ആവശ്യം വരുമ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് ഞങ്ങൾ നടത്തുന്നതാണ് ഇത്. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് അവസരങ്ങൾ ഇതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഒപ്പം വേറെ പ്രോഗ്രാമിൽ ഞങ്ങൾ നടത്തുന്നുണ്ട് NSSൻ്റെ ഭാഗമായിട്ട്. ബുക്ക് സ്റ്റാളൊക്കെ ഇപ്പോൾ ഒരു ഡയറക്ടറി നിർമ്മിക്കുക എന്നുള്ളതാണല്ലോ ഈ ഒരു യജ്ഞത്തിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ? പാലിയേറ്റീവിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബ്ലഡ് ആവശ്യം വരുമ്പോൾ ബ്ലഡിൻ്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തവരെ കണക്ട് ചെയ്ത് കൊടുക്കും. അതെ, അതിന് ഇപ്പൊ നിങ്ങൾ NSSൻ്റെ വളണ്ടിയേഴ്സ് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ വരുന്ന 50 വയസ്സിന് 40 വയസ്സിനും 18 വയസ്സിന് മുകളിലുള്ള ആളുകളെ വിളിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഇത് ഓൺലൈനിലായിട്ടും ചെയ്യാൻ പറ്റും. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺലൈനിലായിട്ടും ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് നിങ്ങൾ അവർ സഹായിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന ലക്ഷ്യം പാലിയേറ്റീവിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം രക്തദാനത്തിൽ ഇപ്പോൾ ഭയങ്കര കുറവായിരിക്കും അത്യാവശ്യ ഘട്ടത്തിൽ. അതുപോലെ റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഒക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആൾക്കാരെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് കലോത്സവത്തിൽ തിരഞ്ഞെടുത്തത്. അതെ, തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായി നമ്മളോട് അധ്യാപകൻ സംസാരിക്കുന്നതായിരിക്കും. മനസ്സൊന്നാവട്ടെ. ഞാനിവിടുത്തെ കൊപ്പം സ്കൂളിലെ VHSCയിലെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറാണ്. ഇപ്പോഴിവിടെ ഈ സബ് ജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് NSSൻ്റെ ഭാഗമായിട്ട്. അലിവ എന്നുള്ള പേരിൽ തന്നെ ഒരു ചാരിറ്റി ഗിഫ്റ്റ് ഷോപ്പും അതേപോലെ ഒരു ബുക്ക് സ്റ്റാളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരവസരമാണ് ഈ സബ് ജില്ലാ യൂത്തോത്സവം എന്ന് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. അപ്പോൾ അത്തരം ഒരു അവസരം വിനിയോഗിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ കുട്ടികളും എല്ലാ കാര്യത്തിനും സഹകരിച്ചിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ഇവിടെ ഓൺലൈനായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾ കൂടുതൽ അതിലൊരു എല്ലാവർക്കും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസരം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാം. രക്തം ആവശ്യമായവർക്കായി രക്തദാനം നടത്താൻ സന്നദ്ധരായവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അത് അവരിലേക്ക് എത്തിക്കുക എന്നൊരു പുണ്യപ്രവൃത്തിയാണ് നമ്മളുടെ NSS വളണ്ടിയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ തീർത്തും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീള 24 ലൈവിന് വേണ്ടി രഹ്ന തബ്സം. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ.